ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ്. സഭ ഇന്ന് വിശുദ്ധ പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ചരിത്രപരമായും സുവിശേഷത്തിലും ഇന്നേ ദിവസത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും നമുക്കറിയാം. ഈ സുവിശേഷത്തിൽ നാം മനസ്സിലാക്കേണ്ടതും എപ്പോഴും ഓർത്തിരിക്കേണ്ടതുമായ ഒരു ചിന്തയുണ്ട്. വിശുദ്ധ യൗസേപ്പ് പിതാവിന് സ്വപ്നത്തിലൂടെ നൽകുന്ന സദ്വാർത്ത അത് കൃത്യതയോടെ നിർവഹിക്കുന്നതായി നാം കാണുന്നു. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജോസഫിനോട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക. യൗസേപ്പ് പിതാവിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ തൻ്റെ അവസാന കാലഘട്ടം വരെ ദൈവം നൽകുന്ന എല്ലാ ഉടമ്പടികളും കൃത്യതയോടുകൂടി പാലിക്കുന്നതായി നാം കാണുന്നു. അതിനുശേഷവും പരിശുദ്ധ കന്യകാമറിയം ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ അവസാന സമയം വരെ, എന്തിനേറെ കാൽവരി കുരിശിൽ തൻ്റെ പ്രാണൻ വെടിയുന്ന നിമിഷം പോലും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ പരസ്പരം സംസാരിക്കുന്ന അവസരങ്ങൾ വരെ ഉണ്ട് നമുക്ക് മനസ്സിലാക്കാം. ലോകത്തിൽ പൈതങ്ങൾ അത് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് നമുക്കറിയാം. മാതാപിതാക്കളെ ഏൽപ്പിക്കുന്ന ഓരോ പൈതങ്ങളും അത് വളരെ ഉത്തരവാദിത്തത്തോടു കൂടി അവരെ വളർത്തേണ്ട ഒരു കടമ എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ട്. പക്ഷേ ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാകുന്നത്, അവർ വളരുന്നതനുസരിച്ച് അവരുടെ രൂപീകരണത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് മാതാപിതാക്കൾക്ക് കഴിയുന്നുണ്ടോ എന്നത് ചോദ്യചിഹ്നമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അവരുടെ വളർച്ചയിൽ എന്തെങ്കിലും വ്യത്യാസം കണ്ടാൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. സമൂഹത്തിൽ ഒരു മകൻ ഒരു മകൾ തെറ്റു ചെയ്താൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ്. കാരണം അവർക്ക് ആ ഒരു ഭയം ഉണ്ടാകണം. നൽകേണ്ട സമയത്ത് ശിക്ഷണവും വാത്സല്യവും സ്നേഹവും നൽകുവാനായിട്ട് അവർക്ക് സാധിക്കണം. നാം വചനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു എന്ന് പറയുന്നത് പോലെ ഓരോ മക്കളും മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ വളരേണ്ടതാണ്. അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണവും മാതാപിതാക്കളാണ്. അത് നല്ലതായാലും ചീത്തയായാലും. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട് വിശുദ്ധ യൗസേപ്പ് പിതാവും പരിശുദ്ധ കന്യകാമറിയും ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടായാലും പ്രതിസന്ധികൾ ഉണ്ടായാലും മക്കളുടെ രൂപീകരണത്തിന് അതൊരിക്കലും തടസ്സമായി നിൽക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ സൗകര്യപ്രദം അത് മാറ്റിവെക്കുകയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് മക്കളുടെ ഭാവി ജീവിതത്തെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 33 വയസ്സ് വരെ ഈ മകനെ പരിശുദ്ധ കന്യകാമറിയം സുരക്ഷിതമായിട്ട് വളർത്തുന്നുണ്ട്. കൊടുക്കേണ്ട എല്ലാ ചുമതലകളും അല്ലെങ്കിൽ ഉപദേശങ്ങളും കൃത്യമായി തന്നെ നൽകുന്നുണ്ട്. പ്രായം അല്ല പ്രധാനം, മറിച്ച് മക്കൾക്ക് നൽകേണ്ട സമയത്ത് കൃത്യതയോടുകൂടി നൽകുന്നുണ്ടോ എന്നതാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് തെറ്റുപറ്റുന്നത് അതുകൊണ്ടാണ്. അവൻ വളർന്നു പോയല്ലോ, അല്ലെങ്കിൽ അവൾ വളർന്നു പോയല്ലോ, ഇനി പറഞ്ഞാൽ കേൾക്കുമോ, ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോഴാണ് നമ്മൾ ആ സ്വാതന്ത്ര്യം അവരുടെ ജീവിതത്തിന് അവർക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ വിട്ടുകൊടുക്കുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ തെറ്റിലേക്ക് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. സ്നേഹമുള്ളവരെ, കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തുമാത്രം സുരക്ഷിതത്തോടു കൂടിയാണ്, എന്തുമാത്രം വാത്സല്യത്തോടു കൂടിയാണ് അവരെ കാത്തു പരിപാലിക്കുന്നത്. അവർ വളരുമ്പോഴും ഇതേ രീതിയിൽ തന്നെ ഈ രൂപീകരണം നൽകുവാൻ എല്ലാ മാതാപിതാക്കൾക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ യൗസേപ്പ് പിതാവിന് നൽകുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും പരിശുദ്ധ കന്യകാമറിയവും ഒരുമിച്ച് ചേർന്ന് യേശുവിന് നൽകുന്നത് പോലെ നമ്മുടെ മാതാപിതാക്കളും അവർക്ക് ദാനമായി ലഭിച്ച മക്കളെ യേശുവിനെ വളർത്തിയതുപോലെ വളർത്തുവാനുള്ള കൃപാവരത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ സുരക്ഷിതമായ ഒരു ഭാവി കെട്ടിപ്പടുക്കുവാനുള്ള ഉത്തരവാദിത്വം
മക്കൾക്ക് മാത്രമല്ല, മാതാപിതാക്കളും ഒരുമിച്ച് ചേരുമ്പോൾ മാത്രമേ അത് സാധ്യമാക്കുകയുള്ളൂ. ഇന്ന് വിശുദ്ധ പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ മക്കളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ച്, അവരുടെ പഠന മേഖലകളെക്കുറിച്ച്, അവരുടെ സുരക്ഷിതമായ ജീവിത രീതികളെക്കുറിച്ചൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പേര് പറഞ്ഞു തന്നെ ഇന്ന് നമ്മുടെ മക്കളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ വളരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.